7-ാം മാസമാകുമ്പോഴേക്കും ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയി അവന്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കിഡ്നി വീക്കം, പിന്നെ അതുപോലെ തന്നെ ഉള്ളിൽ അയോട്ട എന്ന് പറഞ്ഞ ഒരു സംഭവം അത് ചുരുങ്ങിപ്പോയി. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, ഏകദേശം ഞാൻ ആ സമയമാകുമ്പോഴേക്കും ഒരു 5ഓളം ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയി അബോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ. അപ്പം അബോർട്ട് ചെയ്യാൻ എല്ലാ 5ഓളം ഡോക്ടർമാർ പറഞ്ഞു ഇവനെ അബോർട്ട് ചെയ്യണതാണ് നല്ലത്. നമ്മുടെ കുടുംബത്തിൽ തന്നെ ഡോക്ടേഴ്സ് ഉണ്ട്, അപ്പോൾ അവർ ചെറിയ സപ്പോർട്ട് തന്നാലും പക്ഷേ സാധ്യത വേണ്ട. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കോംപ്ലിക്കേറ്റഡ് അല്ല, ഹാർട്ട് ബീറ്റിന് കുഴപ്പം, കിഡ്നിക്ക് വീക്കം, പിന്നെ ഇപ്പോൾ അയോട്ടയ്ക്ക് പ്രശ്നം. അപ്പോൾ ഇനി ജനിക്കും തോറും എന്തൊക്കെ സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. അപ്പം ഡോക്ടർ വന്നിട്ട് എന്നോട് പറഞ്ഞു ഒരു പ്രശ്നം ഉണ്ടായില്ല, അവന് ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് ആദ്യത്തെ ഓപ്പറേഷൻ ലെഫ്റ്റിൽ ഓപ്പൺ ചെയ്തു, രണ്ടാമത്തെ ഓപ്പറേഷൻ ഒരു മാസം കഴിഞ്ഞ് റൈറ്റിൽ ഓപ്പൺ ചെയ്തു. ഈ 2 ഓപ്പൺ ചെയ്തപ്പോഴും ഹോൾ ഇടണ്ട എന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ കീറണം എന്നൊക്കെ അവർ പറഞ്ഞു, നെഞ്ചുഭാഗം കീറണം എന്നൊക്കെ ആദ്യം പറഞ്ഞിരുന്നത്. പിന്നെ അതൊക്കെ വേണ്ടാന്ന് വെച്ചു. അത് ശരിക്കും ഇവൻ ജനിച്ചപ്പോൾ ഇവൻ്റെ ഉള്ളിലുണ്ടായിരുന്ന എല്ലാവർക്കും ഉള്ള പോലെ നല്ല ഭാഗം എന്ന് പറയുന്നത് ലിവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പേര് അനൂപ്, ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. എൻ്റെ മകൻ്റെ ഒരു സാക്ഷ്യം ആണ് പറയണത്. അവൻ്റെ പേര് ആദം. 2019 എൻ്റെ ഭാര്യ 2ാമത് ഗർഭിണിയായി. മാർച്ച് മാസമായപ്പോൾ 3ാമത്തെ സ്കാനിങ്ങിന് പോയപ്പോൾ പറഞ്ഞു ഹാർട്ട് ബീറ്റ് ഇല്ല, അപ്പോൾ ഒരുപക്ഷെ അത് അബോർട്ട് ചെയ്യണതായിരിക്കും നല്ലത്. അപ്പം നിങ്ങൾക്കത് സംസാരിച്ചിട്ട് നിങ്ങൾ ചോദിക്കി ഹസ്ബൻഡിനോട് പറയേ. അപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞു നമ്മൾ അബോർട്ട് ചെയ്യണ കേസ് എൻ്റെ ഭർത്താവിനോട് ഞാൻ ആൾ സമ്മതിക്കില്ല, നമുക്ക് മുന്നോട്ട് പോവാം, അപ്പോൾ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ മുന്നോട്ട് പോക്കോ, കുഴപ്പമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ചെറിയ ഹോസ്പിറ്റലിലാണ് ഞാൻ ആദ്യം കാണിച്ചത്, അപ്പോൾ ഇനിയിപ്പോൾ അവിടുത്തെ വല്ല ഇഷ്യൂസാണെന്ന് വിചാരിച്ചിട്ട് ഞാനിവനെ കുറച്ചുകൂടി വെയിറ്റ് ചെയ്തു. 5-ാം മാസമായപ്പോൾ ഹാർട്ട് ബീറ്റ് മാത്രമല്ല കിഡ്നിക്ക് വീക്കുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ കൊച്ചിനെ അബോർട്ട് ചെയ്യണതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, നിങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല, അത് അത്രയും വലിയ ഇഷ്യൂസ് വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ സമയത്ത് എൻ്റെ മനസ്സിൽ വിചാരിച്ചു അബോർട്ട് ചെയ്യേണ്ട കാര്യത്തിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല, എന്തായാലും മുന്നോട്ട് പോകാം. അങ്ങനെ ഞാൻ 7-ാം മാസമാകുമ്പോഴേക്കും ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയി അവന്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കിഡ്നി വീക്കം, പിന്നെ അതുപോലെ തന്നെ ഉള്ളിൽ അയോട്ട എന്ന് പറഞ്ഞ ഒരു സംഭവം അത് ചുരുങ്ങിപ്പോയി. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, ഏകദേശം ഞാൻ ആ സമയമാകുമ്പോഴേക്കും ഒരു 5ഓളം ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയി അബോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ. അപ്പം അബോർട്ട് ചെയ്യാൻ എല്ലാ 5ഓളം ഡോക്ടർമാർ പറഞ്ഞു ഇവനെ അബോർട്ട് ചെയ്യണതാണ് നല്ലത്. നമ്മുടെ കുടുംബത്തിൽ തന്നെ ഡോക്ടേഴ്സ് ഉണ്ട്, അപ്പോൾ അവർ ചെറിയ സപ്പോർട്ട് തന്നാലും പക്ഷേ സാധ്യത വേണ്ട. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കോംപ്ലിക്കേറ്റഡ് അല്ല, ഹാർട്ട് ബീറ്റിന് കുഴപ്പം, കിഡ്നിക്ക് വീക്കം, പിന്നെ ഇപ്പോൾ അയോട്ടയ്ക്ക് പ്രശ്നം. അപ്പോൾ ഇനി ജനിക്കും തോറും എന്തൊക്കെ സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. അപ്പം ഏറ്റവും വലിയ കേരളത്തിലെ അത്യാവശ്യം ഏറ്റവും നല്ല ഗൈനക്കിൻ്റെ അടുത്ത് തന്നെ ഞാൻ കൊണ്ടുപോയി നോക്കിയപ്പോഴും ആ ഡോക്ടർമാർ എന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് പറ്റില്ല, ഞങ്ങളുടെ ഹോസ്പിറ്റലും പ്രശ്നമാണ്, ചിലത് പുതിയ ഹോസ്പിറ്റലൊക്കെ ഉണ്ടായിരുന്നു, പറഞ്ഞു പറ്റില്ല, ഞങ്ങൾ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. എല്ലാ ഡോക്ടർമാരും പറഞ്ഞു ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് കണ്ട ഡോക്ടർ പറഞ്ഞു ജനിച്ചു കഴിഞ്ഞാൽ എത്രമാത്രം ഇഷ്യൂസ് ഉണ്ടെന്ന് നമുക്ക് ഇപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റില്ല, ഓരോ മാസം കഴിഞ്ഞപ്പോൾ കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ നിങ്ങൾ അപ്പോഴേക്കും 7-ാം മാസം ആകുമ്പോഴേക്കും ഈ ഉള്ളിലെ വെള്ളത്തിൻ്റെ ഇത് കൂടി, അതായത് 18 മില്ലിമീറ്റർ വെള്ളം കൂടി. അപ്പോൾ പറഞ്ഞു ഇപ്പോൾ പ്രസവിക്കുമെന്ന് പറഞ്ഞു, ചിലപ്പോൾ പെട്ടെന്ന് തന്നെ പ്രസവം ഉണ്ടാകുമ്പം പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. 18 മില്ലിമീറ്റർ എന്ന് പറയുമ്പോൾ അത് കൂടുതലാണ്, അപ്പോൾ അത് നിങ്ങൾ ഇപ്പോൾ തന്നെ അഡ്മിറ്റ് ആവണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിപ്പോൾ യോഹന്നാൻ പ്രവാചകനോടൊക്കെ പ്രാർത്ഥിച്ചു, 4 അധ്യായം പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് പിറ്റത്തെ ആഴ്ച നോക്കി കഴിഞ്ഞപ്പോഴും ഇവനെ നോർമലായി, വീണ്ടും 8-ാം മാസത്തിൽ പ്രസവിക്കുമെന്ന് പറഞ്ഞു. ഡോക്ടർമാർ പറഞ്ഞു എപ്പോൾ വേണമെങ്കിലും പ്രസവിച്ചാലും കുഴപ്പമില്ല, നമ്മളെല്ലാ മെഷീനുകളും കരുതിയുണ്ട്, ഇവൻ്റെ ഉള്ളിലെല്ലാം വെച്ച് പിടിപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം അയോട്ട എന്ന് പറഞ്ഞ സാധനമാണ് വെച്ച് പിടിപ്പിക്കാൻ കണ്ടത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് മാത്രമല്ല, ഇവൻ ജനിച്ചാൽ തന്നെ മന്ദബുദ്ധിയാവാൻ സാധ്യതയുണ്ട്, അരയ്ക്ക് കീഴപ്പോട്ട് തളരാൻ സാധ്യതയുണ്ട്, സംസാരിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ട് വരാം എന്നൊക്കെ പറഞ്ഞു. എന്നാലും നമ്മൾ അപ്പോഴൊക്കെ ഞാൻ പേടിച്ചു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ പൈസ പറഞ്ഞു എന്നോട് 10 ലക്ഷമൊക്കെ വരും, താങ്കൾക്കത് അതിൻ്റെ ആവശ്യമില്ല, ഇതാകുമ്പോൾ പെട്ടെന്ന് ഫിനിഷ് ചെയ്യാല്ലേ നല്ലത്, ഇത്രയും പൈസ കൊടുത്താൽ കൊച്ചിനെ ഇങ്ങനെ ജീവിപ്പിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ, അത് നിങ്ങൾ കണ്ട് ജീവിക്കണ്ടേ, നിങ്ങൾ ആ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവൻ ആരുള്ളത്. അപ്പോഴേക്കും ഉള്ളിൽ അപ്പോഴേക്കും 3-ാം മാസത്തിൽ തൊട്ട് തന്നെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചി കൃപാസനത്തിലത്തെ തേൻ കൊണ്ടുവന്ന് തന്നു. അതുപോലെ തന്നെ ഈ ഇഷ്യൂസ് പറഞ്ഞപ്പോൾ അതുപോലെ തന്നെ എണ്ണയും തന്നിരുന്നു ഒരു കൃപാസനം. അത് രണ്ടും ഞാൻ നാവിൽ വെച്ച്
പ്രാർത്ഥിക്കും. തേൻ എല്ലാ ദിവസവും വൈഫിൻ്റെ നാവിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കും. അതുപോലെ വയറിൽ കുരിശ് വരച്ച് കൊന്ത ചെല്ലും പ്രാർത്ഥിക്കും. അതേ ഉറങ്ങാതെ ഇരുന്നിട്ടാണ്, ഉപവാസം ഉറങ്ങാതെ ഇരുന്നിട്ടാണ് ചെയ്തത്. അപ്പോൾ ഒക്കെ ഉള്ളിൽ ആരോ പറയാണ് ഇത് അബോട്ട് ചെയ്യണ്ട. ഇത്രയും ഡോക്ടർമാർ പറയുമ്പോൾ അറിയാമല്ലോ നമ്മൾ ഒരു സാധാരണക്കാരുടെ അവസ്ഥ. പക്ഷേ എൻ്റെ ഉള്ളിൽ ആരോ പറയാണ് അത് അബോട്ട് ചെയ്യരുത്, മുന്നോട്ട് പോകണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എത്ര പൈസ കുഴപ്പമില്ല, തൃശ്ശൂർ വീടുണ്ട് എനിക്ക്, ആ വീട് വിറ്റാലും കുഴപ്പമില്ല, അങ്ങനെ പറയണല്ലോ അവർ, അത്രയും പൈസ ചിലവ് വരും കുഴപ്പമില്ല. അപ്പോൾ എനിക്കൊരു വിഷമം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവന് അരക്കി കീഴ്പോട്ട് തളർന്നാലും ഇവന് മന്ദബുദ്ധി പോലെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അവസ്ഥയെക്കുറിച്ച് ഞാൻ ആലോചിച്ചപ്പോൾ ഞാനൊന്ന് ഭയന്നു. എന്നിരുന്നാലും കുഴപ്പമില്ല, ഞാൻ രാപ്പകൽ ലീവ് എടുത്തിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. എന്നെക്കൊണ്ട് പറ്റണ ദിവസങ്ങൾ ഉറങ്ങാനും ഭക്ഷണമൊന്നും കഴിക്കാതെ ഫുൾ ടൈം പ്രാർത്ഥന, അത്രമാത്രം ഞാൻ ചെയ്തോളൂ. മാതാവിനോട് ഞാൻ പണ്ടേ പ്രാർത്ഥിക്കുന്നതാണ്. വളരെ ചെറുപ്പം തൊട്ട് ഞാൻ കൊന്തയൊക്കെ ചൊല്ലി 3 പ്രാവശ്യം ബൈബിൾ വായിച്ചു കഴിഞ്ഞ ആളാണ്. പക്ഷെ അപ്പോൾ ആ ഒരു ധൈര്യമൊക്കെ ആയിരിക്കും എനിക്ക് അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റിയത്. അങ്ങനെ ഇവൻ 7-ാം മാസം 8-ാം മാസമൊക്കെ കടന്നുപോയി. ഇവൻ 9 മാസവും 10 ദിവസമുള്ള സമയത്ത് കറക്റ്റായിട്ട് പ്രസവിച്ചു. അപ്പോൾ പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ ഇവന് വെയിറ്റ് ഉണ്ട്, 3 കിലോ വെയിറ്റ് ഉണ്ട്. സാധാരണ ഇത്രയും ഇഷ്യൂള്ള കുട്ടികൾക്ക് 1 കിലോ 1.5 കിലോ വെയിറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്നോട് അനസ്തേഷ്യ കൊടുക്കുന്ന ഡോക്ടർ പറഞ്ഞു, താങ്കൾ കോൺഫിഡൻ്റ് ആയിട്ടിരുന്നോ, കാരണം ഞാൻ ഇതുവരെ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വെയിറ്റുള്ള കുഞ്ഞാണിത്, അതുകൊണ്ട് അനസ്തേഷ്യയുടെ ഭാഗത്ത് നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എനിക്ക് മനസ്സിലായില്ല എന്നെ കാണിച്ചപ്പോൾ ഇത് എൻ്റെ കൊച്ചാണ്. കാരണം എനിക്കിനി മൂത്ത കൊച്ചുള്ളതാണ് ഓൾറെഡി. അപ്പോൾ ആ കൊച്ചിനെ ഞാൻ ചെറുപ്പത്തിലെ കണ്ടിട്ടുണ്ടല്ലോ, ജനിച്ചു കഴിഞ്ഞപ്പോൾ. ഇവനെ കണ്ടിട്ട് ഞാനായിട്ടൊരു ബന്ധമില്ലാത്ത പോലത്തെ ഒരു കൊച്ച്, ഒരു 3 മാസം പ്രായമുള്ള കൊച്ച്. ഇവൻ്റെ നോട്ടത്തിൽ ഞാൻ തന്നെയാണ് താങ്കൾ ഉദ്ദേശിച്ച ആളെന്നുള്ള പോലത്തെ ഒരു നോട്ടം എൻ്റെ മുഖത്തേക്ക് നോക്കിയ പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഇത് എൻ്റെ കൊച്ചല്ല, എൻ്റെ കൊച്ച് ഇന്ന് ജനിച്ചിട്ടുള്ളൂ പറഞ്ഞു. അല്ല, താങ്കളുടെ കൊച്ച് തന്നെയാണ്. അപ്പോൾ ഈ കൊച്ചിന് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ പേടിച്ച് പറിച്ചിരിക്കുകയാണ്, എന്താണ് സംഭവിക്കാൻ പോകണമെന്ന് അറിയാത്തതുകൊണ്ട്. കാരണം ഇവന് അരയ്ക്ക് കീഴ്പോട്ടില്ല, പിന്നെ മറ്റുള്ള പ്രശ്നങ്ങൾ, ഇനി എന്തൊക്കെ ഓപ്പറേഷൻസ് വരും, ഇവൻ എങ്ങനെയാണെന്ന് അറിയില്ല. ഇവനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഒരിക്കലും ഇതെൻ്റെ കൊച്ചല്ല, കാരണം ഇങ്ങനത്തെ ഒരു കൊച്ച് എനിക്ക് ജനിക്കാൻ സാധ്യതയില്ല, കാരണം അത്ര ഇഷ്യൂള്ള കൊച്ച്. അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു എന്നോട്. ജനിച്ചാൽ കുറച്ച് ദിവസം ഉണ്ടാവുള്ളൂ, എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവനെ ജനിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇവനെ കണ്ടിട്ട് ഇവന് ഒരു പ്രശ്നമില്ല, ഈ പറഞ്ഞ ഒരു കുഴപ്പങ്ങളും ഇവനില്ല. ഇവൻ്റെ അതുവരെ ഇവൻ്റെ സ്കാൻ ചെയ്തപ്പോഴൊക്കെ പറഞ്ഞു അയോട്ട ചുരുങ്ങിയിരിക്കുക. അപ്പോൾ ജനിച്ച അന്ന് തന്നെ നമുക്ക് ഇവനെ ഓപ്പറേഷനിലേക്ക് മാറ്റണം, മെഷീൻ വെക്കണം, അല്ലെങ്കിൽ അരക്കി കീഴ്പ്പെട്ട് പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ സ്കാൻ ചെയ്തിട്ട് ഇവനെ ജനിച്ച് ആദ്യം തന്നെ ഞങ്ങളൊന്നും തന്നില്ല, നേരെ സ്കാൻ ചെയ്യാൻ കൊണ്ടുപോയി. ഇപ്പോൾ ഇവന് അങ്ങനെ ഒരു പ്രശ്നമില്ല, നോർമലി ഒരു കുഴപ്പം ഈ കൊച്ചിന് കാണാനില്ല. അപ്പോൾ എനിക്ക് സന്തോഷമായി. തിരിച്ച് ഇവനെ ലിഫ്റ്റ് ഇറക്കി താഴോട്ട് വരുന്ന സമയത്ത് ഇവൻ വായകോടെ ഇങ്ങനെ പത വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്കത് അറിയില്ലല്ലോ എന്താ, ഞാനും അങ്ങനെ കണ്ടിട്ടില്ലല്ലോ. അപ്പം പത വരണ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് തന്നെ ഇമ്മീഡിയറ്റ് നമുക്ക് NICU കൊണ്ടുപോകണം, കൊച്ചിനെന്ത് ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വരച്ചു, കരഞ്ഞു. അങ്ങനെ ഇവനെ കൊണ്ട് ചെന്നപ്പോൾ പറയാണ് ഇവന് അന്നനാളില്ല, അത് പ്രശ്നമാണ്. ഇവന് അയോട്ടയ്ക്ക് പ്രശ്നമില്ല, അയോട്ട നോർമൽ, ഒരു കുഴപ്പമില്ല. അത്ര ദിവസം അയോട്ട കംപ്ലൈൻ്റാണ്, മെഷീൻ കൊണ്ടുവന്ന് വെച്ച് എല്ലാം റെഡിയായിരിക്കുന്ന സമയത്തായിരുന്നു. അപ്പോൾ പറഞ്ഞു അയോട്ടയ്ക്ക് ഇനി കുഴപ്പമില്ല, അയോട്ട ഓക്കെയാണ്, അതിന് ജീവന് പ്രശ്നമില്ല, നമുക്ക് നോക്കാം, അന്നനാളം കുഴപ്പമില്ല, നമുക്ക് ശരിയാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അന്നനാളം ചെന്നപ്പോൾ ഇവൻ്റെ തുടയെന്ന് ട്യൂബ് കീറിയാൽ എടുത്തിട്ട് വേണം അന്നനാളം വെക്കാനായിട്ട്, അല്ലാതെ ഇപ്പോൾ വേറെ വഴിയിൽ ഇവിടെ ഒരു ബോൾ പോലെയാണ് നിൽക്കണത്. അങ്ങനെ ഓപ്പറേഷന് വേണ്ടിയിട്ട് ഇവനെ ഞാൻ കൊണ്ടുപോയി. ഓപ്പറേഷൻ ചെയ്തപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ട്രക്കിയിലേക്ക് കയറിയിരിക്കുകയാണ്. ഇവൻ്റെ ഇവിടെ തുടയിൽ നിന്നൊന്നും കീറി എടുക്കണ്ട, അതിൽ തന്നെ ഉണ്ട്, അത് വേറെ സ്ഥലത്ത് കണക്ട് ചെയ്തിരിക്കുകയാണ്, അത് വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അതൊക്കെ പിടിപ്പിച്ചു. അപ്പം ഇവന് പിന്നെ അറിയാലോ ഗർഭാവസ്ഥയിലാണ് നമ്മൾ ഈ സഖ്യാനൊക്കെ പഠിക്കുക. അപ്പോൾ ഇവന് സഖ്യാൻ അറിയില്ല, അപ്പോൾ ഇവന് ട്യൂബ് ഇടണം, അല്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ട്യൂബ് ഇട്ടു. 1 മാസം കഴിഞ്ഞു, ഇവന് ട്യൂബ് ഊരിയിട്ട് ഇവന് സഖ്യാൻ അറിയുന്നില്ല. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു കുഴപ്പമില്ല, നമുക്കത് പിന്നീട് ഒരു 6 മാസത്തിനുള്ള അവൻ പഠിച്ചോളും, അത് പതുക്കെ ശരിയായിക്കോളും, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. 30 ദിവസത്തോളം NICU ICU ഇതെല്ലാം കവർ ചെയ്ത് പോയതാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് തരാമെന്ന് പറഞ്ഞു. ഡിസ്ചാർജ് തരാനായിട്ട് ആ 1 മാസക്കാലം നമ്മൾ 5 എക്കോ എടുത്തുവിനെ, 4 എക്കോ എടുത്തു. 5 എക്കോ എടുക്കുന്ന ഡോക്ടർ ആദ്യം നിർദ്ദേശിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഡിസ്ചാർജ് തരുള്ളൂ. അപ്പം 4 എക്കോയിൽ ഇവന് അയോട്ടയ്ക്ക് കുഴപ്പങ്ങളൊന്നുമില്ല, എല്ലാം ഓക്കെയാണ്. ഈ ഒരു പ്രശ്നം മാത്രമല്ലോ, സക്കിങ്ങിൻ്റെ മാത്രമേ പ്രശ്നമുള്ളൂ, അത് പിന്നീട് നോക്കിയോളാം, ബാക്കി കുഴപ്പങ്ങൾ കാണാനില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡിസ്ചാർജ് മേടിക്കാനായിട്ട് ലാസ്റ്റ് സ്കാനിങ്ങിന് പോയി എക്കോ എടുത്ത് നോക്കിയപ്പോൾ ഇവൻ്റെ അന്നനാളം ചുരുങ്ങിപ്പോയി. അപ്പോൾ ഇവന് നിർബന്ധമായിട്ടും മെഷീൻ വെക്കണമെന്ന് പറഞ്ഞ ഡോക്ടർ ഉണ്ടായിരുന്നു. പുള്ളി എന്നാൽ അമേരിക്കയിലായിരുന്നു. പുള്ളി പറഞ്ഞ് ഇവൻ ജനിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളിക്ക് സങ്കടമായി, കാരണം ഇവൻ അയോട്ടയ്ക്ക് കംപ്ലൈൻ്റ് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഇതുവരെ ഞാൻ പഠിച്ച എൻ്റെ സയൻസ് എല്ലാം വേസ്റ്റായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര ദിവസം ജനിക്കുന്നതിൻ്റെ തലേ ദിവസം വരെ അയോട്ടയ്ക്ക് കംപ്ലൈൻ്റ് ഉണ്ടായ കൊച്ചിന് അപ്പോഴും ഇവിടെ ഇല്ല, അമേരിക്കയിലാണ്. വിളിച്ചു പറഞ്ഞപ്പോൾ അയാൾ സങ്കടത്തോടുകൂടി പറഞ്ഞു
ഇത് എൻ്റെ സയൻസിന് വിരുദ്ധമായിട്ട് സംഭവിച്ചിരിക്കുകയാണ്, ഞാൻ പഠിച്ചതിന് വിരുദ്ധമായിട്ടാണ് സംഭവിച്ചിരിക്കുന്നത്, അങ്ങനെ ഒരിക്കലും വരാൻ വഴിയില്ല. അത് വേണ്ടി 1 മാസം കഴിഞ്ഞപ്പോൾ ഇവന് അയോട്ടിക് കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞപ്പോഴാണ് ആ ഡോക്ടർക്ക് സന്തോഷമായത്. കാരണം എന്താ വെച്ചാൽ അയാൾ പറയണത് എൻ്റെ സന്തോഷം നിങ്ങൾ നോക്കരുത്, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പഠിച്ചതിനെല്ലാം വിപരീതമായിട്ട് സംഭവിച്ചത്. പിന്നെ ഞാൻ ഇത്ര നാൾ പഠിച്ചത് വെറുതെ ആയില്ലേ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡോക്ടറാണ് ഈ പറയണത്. പുള്ളി അമേരിക്കയിൽ പോയി പഠിച്ചു വന്ന ഡോക്ടർ, ആദ്യത്തെ കേസും കൂടിയത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പറഞ്ഞു അയോട്ടിക്ക് വീണ്ടും പ്രശ്നമുണ്ട്, അടുത്ത ഓപ്പറേഷൻ പെട്ടെന്ന് തന്നെ ചെയ്യണം. പക്ഷെ അതിനേക്കാൾ മുന്നേ ഈ ഡോക്ടർമാരുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് ഇത്ര നാൾ കയ്യിനും കാലിനും കുഴപ്പമില്ലാതെ ഈ 1 മാസക്കാലം എങ്ങനെ ജീവിച്ചിരുന്നു എന്നുള്ളതാണ് അവരുടെ ആദ്യത്തെ പ്രശ്നം. നമ്മുടെ കൊച്ചു ജീവിച്ചിരിക്കുമോ മരിക്കുമോ എന്നുള്ളതൊന്നല്ല അവരുടെ പ്രശ്നം. ഇതെങ്ങനെ സംഭവിച്ചു? അങ്ങനെ ഇവൻ്റെ ഫയലുകളൊക്കെ പഠിക്കാനായിട്ട് അവർ കൊണ്ടുപോയി. അത് കഴിഞ്ഞ് ഇവന് ആ 5ാമത്തെ ഇതിൽ പറഞ്ഞു ഇനിയിപ്പോൾ എന്തായാലും ഓപ്പറേഷൻ ചെയ്യണം പിറ്റേ ദിവസം. അപ്പോൾ വേറെ ഡോക്ടർ, അപ്പോൾ എനിക്ക് ഇവന് അടുത്ത ഓപ്പറേഷൻ താങ്ങാൻ പറ്റില്ല, കാരണം ഇത്രയും ചെറിയ കൊച്ചല്ലേ, ആൻറ്റിബയോട്ടിക് കയറി ഒരുപാട് പ്രശ്നങ്ങളായി നിൽക്കുന്ന സമയം. അപ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞു പേടിക്കണ്ട, ഇവനെ ഞാൻ ശരിയാക്കി എടുക്കാൻ പറ്റും, എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. അതൊരു ഈശോ പോലത്തെ ഒരാൾ. ഞാൻ പോയി കാണുമ്പോൾ ഡോക്ടറാന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി കാണുന്നത്, പക്ഷേ എനിക്ക് നോക്കുമ്പോൾ ഈശോ നിൽക്കണ പോലെ ഫീൽ ചെയ്തു ആളുടെ സംസാരത്തിൽ നിന്ന്. എനിക്ക് ഭയങ്കര ശക്തി കിട്ടി. അങ്ങനെ ഇവനെ ഓപ്പറേഷന് കൊണ്ടുപോയി. ഓപ്പറേഷൻ കഴിഞ്ഞ് പിന്നുണ്ടായ സംഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ ഇവന് ക്ലഫ്റ്റ് ഉണ്ടായി. അതായത് 1 കോടി കുട്ടികൾ ജനിക്കുമ്പോൾ ഉണ്ടാവുന്നൊരു സാധനമാണ് ക്ലഫ്റ്റ്. അതായത് ശ്വാസകോശത്തിൽ നിന്ന് ഇവിടെ ഒരു ഹോള്, അത് തന്നെ അടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, അടഞ്ഞു പോയില്ലെങ്കിൽ ഓപ്പറേഷൻ വേണം. അങ്ങനെ ഒരു സംഭവം കണ്ടുപിടിച്ചിട്ടാണ് ഇവന് ഓപ്പറേഷൻ ഉണ്ടാവും. ഓപ്പറേഷന് കൊണ്ടുപോയി ഇവന് കുഴപ്പമില്ല എന്ന് പറഞ്ഞ ഡോക്ടർ എന്നെ പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്, ഇനി വയറിൽ തുഴയിടണം അല്ലെങ്കിൽ ഇവിടെ തുഴയിടണം, ഇനി അതൊക്കെ കൊച്ചിന് താങ്ങാൻ പറ്റുന്നതല്ല. അപ്പോൾ എനിക്ക് മുന്നോട്ട് പോകാൻ പകുതി ചാൻസ് ഉള്ളൂ, നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ. അപ്പോൾ എനിക്ക് അറിയില്ലല്ലോ എന്താ പറയേണ്ടത്. ഞാൻ പറഞ്ഞു നിങ്ങൾ ഡോക്ടർമാർ ഇഷ്ടംപോലെ ചെയ്യും, ഞാൻ വൈഫിനോട് ആരോടും പറയില്ല ഈ കാര്യങ്ങൾ. അങ്ങനെ ഞാൻ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട്, പ്രാർത്ഥന മാത്രമായിരുന്നു ആ സമയത്ത്. അറിയാലോ വേറൊരു ചിന്ത ഉണ്ടാവില്ല. നമ്മൾ കൊന്ത ചൊല്ലൽ തന്നെ കൊന്ത ചൊല്ലൽ, അത് മാത്രമല്ല അറിയാനുള്ള ആ സമയത്ത്. അങ്ങനെ ഇഷ്ടംപോലെ കൊന്തകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഡോക്ടർ വന്നിട്ട് എന്നോട് പറഞ്ഞു ഒരു പ്രശ്നം ഉണ്ടായില്ല, അവനെ ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് ആദ്യത്തെ ഓപ്പറേഷൻ ലെഫ്റ്റിൽ ഓപ്പൺ ചെയ്തു, 2ാമത്തെ ഓപ്പറേഷൻ 1 മാസം കഴിഞ്ഞ് റൈറ്റിൽ ഓപ്പൺ ചെയ്തു. ഈ 2 ഓപ്പൺ ചെയ്തപ്പോഴും ഹോൾ ഇടണ്ട എന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ കീറണം എന്നൊക്കെ അവർ പറഞ്ഞു, നെഞ്ചുഭാഗം കീറണം എന്നൊക്കെ ആദ്യം പറഞ്ഞിരുന്നത്. പിന്നെ അതൊക്കെ വേണ്ടാന്ന് വെച്ചു. അത് ശരിക്കും ഇവൻ ജനിച്ചപ്പോൾ ഇവൻ്റെ ഉള്ളിലുണ്ടായിരുന്ന എല്ലാവർക്കും ഉള്ള പോലെ നല്ല ഭാഗം എന്ന് പറയുന്നത് ലിവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവർ ICUവിൽ സ്ഥലമില്ലാത്ത കാരണം, അത് പീഡിയാട്രിക് ICUവിൽ സ്ഥലമില്ലാത്ത കാരണം ഇവർ വലിയവരുടെ ICUവിൽ കൊണ്ടിട്ടുണ്ടായിരുന്നു ഇവനെ. കാരണം അവരും ഒരു പ്രത്യേക രീതിയിൽ ഇവനെ കണ്ടിരുന്നത്. അങ്ങനെ അവിടെ ആ നേഴ്സ് ഡോക്ടർ എഴുതിയപ്പോൾ തെറ്റിപ്പോയി, ഇവന് മരുന്ന് ഡോസ് കൂടിപ്പോയപ്പോൾ പറഞ്ഞു ലിവർ ഫങ്ഷൻ കംപ്ലൈൻ്റ് ആവാനുള്ള മരുന്നാണ് തെറ്റി കൊടുത്തത്, ഇനിയിപ്പോൾ നമുക്ക് കാത്തിരിക്കാനേ പറ്റുള്ളൂ, കൊച്ചിൻ്റെ അവസ്ഥ എന്താ അറിയില്ല. സീരിയസ് ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ച് അവന് ശ്വാസം മുട്ടൽ എല്ലാം കൂടി ലാസ്റ്റ് എന്നോട് പറഞ്ഞു, ഒരു ദിവസം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഇനി നാളെ ബോഡി ആയിട്ട് വാങ്ങണം, അറിയിക്കേണ്ടവരെ അറിയിച്ചോ, കൊച്ചിന് ഇനി നമുക്ക് കിട്ടൂല, കാരണം 80% വെന്റിലേറ്ററിൻ്റെതായി. അപ്പോൾ ഇവന് ജനിച്ചപ്പോൾ ഉണ്ടായ പ്രശ്നം കൊണ്ടല്ല, ഇവന് തെറ്റി കൊടുത്ത മരുന്നിൻ്റെ പവർ കൂടിയിട്ട് ഇവന് ഇത്രയും കളറുണ്ടായിരുന്ന കൊച്ച് ആ സമയം വരെ ആയപ്പോഴും ഇവന് കറുത്ത കളറായി. അതായത് ഒരു തുണിയിൽ വിട്ടിട്ട് എൻ്റെ അടുത്ത് തന്നപ്പോൾ എനിക്ക് കൊച്ചിനെ എനിക്ക് മനസ്സിലായില്ല, ഇത് കൊച്ചാന്ന് മനസ്സിലായില്ല. അതുപോലെ എൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അപ്പം ഞാനാ പേടിച്ചു പോയി. അപ്പോൾ ഇനി പറഞ്ഞ് എൻ്റെ രക്ഷയില്ല, ഒപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞു. രാത്രി 10:30 പറഞ്ഞു. അപ്പം തന്നെ ഞാൻ രാത്രി 10:30 ഞാൻ ആദ്യം എൻ്റെ അമ്മേനെ വിളിച്ചു. അമ്മ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു ഞങ്ങളുടെ ജീവൻ എടുത്താലും കുഴപ്പമില്ല, ഇവൻ്റെ ജീവൻ. അങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പം തന്നെ പിന്നെ ഞാൻ കൃപാസനത്തിലേക്ക് വിളിച്ചു. കാരണം ഞാൻ ആ പഴയ ഓർമ്മയുണ്ടല്ലോ, എൻ്റെ ഇതിൻ്റെ വായിൽ തേൻ വരച്ചു കൊടുത്തതും പിന്നെ അമ്മയുടെ തൈലം വയറിൽ കുരിച്ച് വരച്ച് ആ പ്രാർത്ഥന വെച്ച് ഞാൻ അച്ഛനെ വിളിച്ചു. അച്ഛൻ പറഞ്ഞു പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നോട് 12 മണിയായപ്പോൾ എന്നോട് പറഞ്ഞു ഞങ്ങൾ വെന്റിലേറ്ററിൽ നിന്ന് ഒരു സ്റ്റെറോയിഡ് കുത്തിവെക്കാൻ പോവുക, 99% കൊച്ച് മരിക്കാനാണ് സാധ്യത, അപ്പോൾ നിങ്ങൾ ഒപ്പിട്ട് തരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ മകൻ്റെ മരണത്തിന് ഞാൻ തന്നെ ഒപ്പിട്ട് കൊടുക്കുന്ന ഒരു ഗതികേട്. ആ സമയത്ത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, എനിക്ക് സംസാരിക്കാനോ ഒന്നിനും പറ്റില്ല, കയ്യും കാലൊക്കെ വിറച്ചു പോയി, ഒന്നും ഇല്ലാതെയായി പോയി. ഞാൻ ഇല്ലാത്ത സമയം വൈഫിനോട് പറയാൻ പറഞ്ഞു. 10:30 എന്നോട് പറഞ്ഞു 12 മണിക്ക് ഒന്ന് ഒപ്പിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. ഞാനിവിടുന്ന് റൂമിലേക്ക് ഒരു 10 അടിയുള്ളൂ, പക്ഷെ അവിടെ നിന്ന് എനിക്ക് മയിലുകൾ താണ്ടേണ്ട പോലെ തോന്നി, എൻ്റെ ശരീരമെല്ലാം പറഞ്ഞു. അപ്പം ഞാൻ ഈശോയോടും മാതാവിനോടും ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഞാൻ ചെറുപ്പം തൊട്ട് കൊന്തയും ബൈബിളൊക്കെ വായിക്കണതല്ലേ മാതാവേ, എൻ്റെ ഇതുവരെ 36 വയസ്സിൽ ഞാൻ ഇതുവരെ പ്രാർത്ഥിച്ച ഏതെങ്കിലും ഒരു പ്രാർത്ഥന അങ്ങേക്ക് ഇഷ്ടമായെങ്കിൽ ആ പ്രാർത്ഥന ഇന്ന് എടുക്കണം. ഞാൻ ഇതുവരെ ചെയ്ത ഒരുപാട് നന്മകളിൽ ഏതെങ്കിലും ആത്മാർത്ഥമായിട്ടൊരു നന്മ ഞാൻ ചെയ്തെന്ന് അങ്ങേക്ക് തോന്നുകയാണെങ്കിൽ അതും ഈ സമയത്ത് എൻ്റെ മകന് കൂട്ടായിട്ടിരിക്കണേ എന്ന് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ പിന്നീട് ഞാൻ
ഉപ്പിടാനായിട്ട് വരാൻ പറഞ്ഞിട്ട് എന്നെ രണ്ടാമത് വിളിച്ചപ്പോൾ എനിക്ക് വരാൻ പറ്റുന്നില്ല. വൈഫിനോട് പറയണം, ഞാൻ വൈഫിനോട് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇനിയിപ്പോൾ നിങ്ങളുടെ കാത്തു നിൽക്കാൻ സമയമില്ല, ഞങ്ങൾ സ്റ്റെറോയിഡ് കുത്തിവെക്കുകയാണ്, 12 മണിക്കാണ് സ്റ്റെറോയിഡ് കുത്തുക, നിങ്ങൾ അറിയിക്കേണ്ടവരെ അറിയിച്ചോ, കാരണം വെച്ചാൽ സാധ്യത ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ പറയണമെന്ന് പറഞ്ഞു. ഞാൻ വൈഫിനോട് ഇങ്ങനെ പതുക്കെ പറഞ്ഞു. ഇതിനിടയിൽ വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ ജീവൻ രക്ഷിക്കാനായിട്ട് ഈ തൃശ്ശൂർ ഈ ഇതൊക്കെ ഉണ്ട്, ചാത്തൻ സേവ കാര്യങ്ങൾ, അവിടെ നിന്ന് ഒരാളെന്നോട് നിരന്തരമായിട്ട് ഒരാഴ്ച മുന്നേ ഇവൻ്റെ 2ാമത്തെ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ തൊട്ട് പറഞ്ഞു തുടങ്ങി, ഇവനെ 8 ലക്ഷം ഉറുപ്പ്യ തരാം, നിങ്ങളെ കൊച്ചിനെ കൊണ്ടുപോകാം. അപ്പോൾ എനിക്കത് അറിയില്ല എന്തിനാ അവർ കൊണ്ടുവരാൻ. 8 ലക്ഷം ഉറുപ്പ്യ വന്നു കഴിഞ്ഞാൽ 8 ലക്ഷം ഉറുപ്പ്യം തരാം, ഇവനെയും കൊണ്ടുപോകാം, ഞങ്ങൾ ഇവനെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ ആളോട് ഈ സംഭവം ഉണ്ടാവണേക്കെ ഒരു ദിവസം മുന്നേ പറഞ്ഞു, തലേദിവസം പറഞ്ഞു, അതായത് എനിക്ക് പിശാസിൻ്റെ കൊച്ചിനെ വേണ്ട, എനിക്ക് ദൈവത്തിൻ്റെ കൊച്ചനെങ്കിൽ മാത്രമേ എനിക്ക് കിട്ടിയാൽ മതി. ഞാൻ അപ്പൻ്റെ അവസ്ഥ അറിയാലോ ആ സമയത്ത്. അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞു. അന്ന് അതിപ്പിന്നെ എന്നെ വിളിച്ചിട്ടില്ല അവർ. അതോട് വിളി കഴിഞ്ഞു. പിറ്റേ ദിവസമാണ് ഈ സംഭവം ഉണ്ടാവുന്നത്, കൊച്ചു മരിക്കുമെന്ന് പറയുന്നത്. അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ മനസ്സിൽ തോന്നി, ദൈവമേ, ഞാൻ ഇത്രയും സ്ട്രോങ് ആയി നിന്ന്, ഇത്രയും ഇതായി നിന്ന്, ഇത്രയും കാലം ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഈ 13ാമത്തെ ദിവസം തൊട്ട് 3 പ്രാവശ്യം ഓരോ ദിവസം ഓരോ അധ്യായം വായിച്ച് ബൈബിൾ തീർത്ത് എൻ്റെ ഗതികേട് ഇങ്ങനെയായി. പക്ഷെ അപ്പോഴും എനിക്ക് ദൈവത്തോട് ഞാനൊന്നും പറഞ്ഞില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശരിയാവുമെന്ന് മാത്രം വിചാരിച്ചു. അങ്ങനെ